1928 പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിരുന്നു വിഗതകുമാരൻ. അതിലെ നായികയായിരുന്നു PK റോസി. കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായി ഇറങ്ങിയ സിനിമയിലെ നായിക എന്ന നിലയിൽ മാത്രമല്ല PK റോസി അറിയപ്പെടുന്നത്. അക്കാലത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ ലിംഗപരമായ വിവേചനത്തിൻ്റെയും ഇരയായി മാറിയ ഒരു വനിത കൂടിയായിരുന്നു PK റോസി. JC ഡാനിയൽ എന്ന സിനിമ കമ്പമുള്ള ഒരു യുവ സംവിധായകൻ തൻ്റെ സമ്പാദ്യം ഉപയോഗിച്ച് മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥതയുടെയും പുരുഷ മേധാവിത്വവും കാരണം ഒരു വനിതയെ സിനിമ പോലുള്ള ഒരു സങ്കേതത്തിൽ അഭിനയിക്കുവാനായി ലഭിക്കുവാൻ വളരെ പ്രയാസകരമായിരുന്നു. ഒരുപാട് നാളത്തെ തിരച്ചിലിനൊടുവിൽ അഭിനയത്തികവും ആത്മവിശ്വാസവുമുള്ള ഒരു വനിതയെ JC ഡാനിയൽ കണ്ടെത്തി. അവളായിരുന്നു PK റോസി. PK റോസിയെ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ JC ഡാനിയൽ ശ്രദ്ധിച്ചിരുന്നത് അവളുടെ അഭിനയ മികവ് മാത്രമായിരുന്നു. എന്നാൽ അക്കാലത്തെ ജാതിവെറി നിറഞ്ഞ ഒരു സമൂഹം ശ്രദ്ധിച്ചത് ഒരു ദളിത് സ്ത്രീ സിനിമയിൽ ഒരു വേഷം ചെയ്തതായിരുന്നു. തിരുവനന്തപുരം ക്യാപിറ്റൽ തിയേറ്ററിൽ ആദ്യത്തെ ഷോ കാണുവാൻ സമൂഹത്തിൻ്റെ നാനാ തുറയിൽ നിന്നുള്ളവർ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ഒരു ദളിത് പെൺകുട്ടി ഉയർന്ന ജാതിക്കാരിയായി സിനിമയിൽ വേഷമിട്ടത് അക്കാലത്തെ ജാതി സമൂഹത്തിന് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. അവർ തിയേറ്റർ കല്ലെറിഞ്ഞ് തകർത്തു. സ്ക്രീൻ കുത്തിക്കേറി. JC ഡാനിയലിനും PK റോസിക്കും താന്താതങ്ങളുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. പിന്നീട് ഒരിക്കലും PK റോസി ഒരു സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നീട് മലയാള സിനിമ ഇത്രയേറെ വളർന്നിട്ടും മുന്നേറിയിട്ടും നായികമാരില്ലാതെ സിനിമാ വ്യവസായത്തിന് നിലനിൽപ്പില്ല എന്ന നിലയിലെത്തിയിട്ടും PK റോസി എന്ന ധീരയായ വനിതയെ നടത്തിയ ചുവടുവെപ്പ് ആദരിക്കപ്പെട്ടത് അവരുടെ മരണശേഷം മാത്രമാണ്. ആഗോളതലത്തിൽ ടെക് ഭീമനായ ഗൂഗിൾ തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഡൂഡിൽ ചെയ്തുകൊണ്ട് 2023 മലയാളത്തിലെ ആദ്യത്തെ സിനിമ നായികയായി PK റോസിയെ ആദരിക്കുകയുണ്ടായി. അങ്ങനെ ഒരു നിശബ്ദ സിനിമയിലൂടെ എക്കാലത്തേക്കും നിശബ്ദമായി പോയ ഒരു ധീര വനിതയായ PK റോസി ഉയർത്തിയ നിലപാട് ലിംഗനീതിക്കായി പൊരുതുന്ന വനിതകൾ ഇന്നും പ്രചോദനമായി സ്വീകരിക്കുന്നവയാണ്.